ഈ പിശാച് കയറി വരുന്ന 4 വാതിലുകളുണ്ട്. സാത്താൻ പ്രവേശിക്കുന്ന 4 വാതിലുകൾ. ഒന്നാമത്തേത് അനുതപിക്കാത്ത പാപം, രണ്ടാമത്തേത് ഉണങ്ങാത്ത മുറിവ്, മൂന്നാമത്തേത് ക്ഷമിക്കാത്ത അനുഭവങ്ങൾ, നാലാമത്തേത് വചനവിരുദ്ധമായ ബോധ്യങ്ങൾ. ഈ 4 മേഖലകളാണ് സാത്താൻ പ്രവേശിക്കുന്ന വാതിലുകൾ. ഒന്ന്, അനുതപിക്കാത്ത പാപം, ഏറ്റുപറയാത്ത പാപം. 2, ഉണങ്ങാത്ത മുറിവ്. 3, ക്ഷമിക്കാത്ത ഓർമ്മകൾ. 4, വചനവിരുദ്ധമായ തെറ്റായ ബോധ്യങ്ങൾ. അപ്പൊ ഈ 4 മേഖലകളാണ്. 4 പറയുന്നില്ല ഞാൻ. ഒന്നാമത്തെ കാര്യം ഇതാണ്, അനുതപിക്കാത്ത പാപം. ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനം, ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഞാൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നു, മനുഷ്യന് മരിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ, ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. ഇത്രയും നേരം നിങ്ങൾ എന്നെ റവറൻ ഫാദർ ഡാനിയൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചോദിക്കാൻ പോന്നേ? ശവപ്പഴ എടുക്കുന്നേ. പിന്നെ എൻ്റെ ഐഡന്റിറ്റി മാറി, ഞാൻ ശവമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്തു? ഇതിനെ ഒന്നും ഉത്തരവാദിത്വമൊന്നും ആരും ഇല്ല. ഇതൊക്കെ ഈ ജീവിച്ചിരിക്കുമ്പോഴുള്ള ബഹുമാനമൊക്കെ ഉള്ളൂ. കത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം? അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കാണ്. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിന് വിളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മരിച്ചു കിടക്കുകയാണ്, എന്നാ ചെയ്യണം? അപ്പൊ അവര് പറഞ്ഞു, അവിടെയും ഉപദ്രവം, ഇവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട് അവര് പറയും, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയിപ്പം ജീവിച്ചിരുന്നപ്പോൾ തിരിച്ചു കിട്ടിയ വല്ല ഉപകാരമുണ്ട്, ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ ചെയ്യാനാണ്? അപ്പോൾ എന്ന് ഓർത്തിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ വേണ്ട രീതി ഹാൻഡിൽ ചെയ്യാനുള്ള അനുവാദം ഇവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. അവർക്ക് എന്നെക്കുറിച്ച് വലിയ കമ്മിറ്റ്മെന്റ് ഉത്തരവാദിത്വം ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ പറഞ്ഞു കമ്മിറ്റിക്കാർ ഇതിൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ ഒക്കെ വന്നപ്പോൾ അവർ കൂടി ആലോചിച്ചു, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്ന എങ്ങനെയാണ്? അവർ പറഞ്ഞു, അവർ തിരുവനന്തപുരത്തോട്ട് വിളിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്നാ ചെയ്യാനാ? എന്നാൽ പിന്നെ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ട് മറിക്കാൻ പറഞ്ഞതിനെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി തള്ളി. 4 ദിവസമായി, 5 ദിവസമായി. റവറൻ ഫാദർ ചെയ്യാൻ തുടങ്ങി. അഴുകി തുടങ്ങിയാൽ പിന്നെ റവറൻ ഫാദർ ഒന്നുമില്ല, പിന്നെ നാറ്റമാണ്. അപ്പൊ അങ്ങനെ ചീഞ്ഞു കിടക്കാൻ തുടങ്ങുമ്പോൾ, ചീഞ്ഞു കിടക്കുമ്പോൾ ആരും ക്ഷണിക്കാത്തൊരു അതിഥിയെ പോലെ, മുൻകൂട്ടി അറിയിക്കാതെ വന്നു കയറുന്ന ഒരു അതിഥിയെ പോലെ ആകാശത്ത് ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. ആ രൂപങ്ങളുടെ പേരാണ് കഴുകന്മാർ. വിളിക്കാതെ വരുന്ന അതിഥിയാണ്. ചീഞ്ഞു കിടക്കുന്നിടത്ത് അവർക്ക് അവകാശമുണ്ട്. ചീഞ്ഞത് അവരുടെയാണ്. അവരത് കുത്തി വലിക്കാൻ വരും. അപ്പോ ശവമുള്ളിടത്ത് കഴുകന്മാർ വരും. ഒരു പാപം വർഷങ്ങളായി ചീഞ്ഞു കിടന്നാൽ പിശാചിന് അതിൻ്റെ മേൽ അധികാരമുണ്ട്. പിശാച് അവന്റെ താവളമാക്കി അത് മാറ്റും. പിശാച് പ്രവേശിക്കാനുള്ള വാതിലായി അത് മാറും. സാത്താൻ ഒരു അവകാശവാദം ഉന്നയിക്കും. ഇതിന് ബൈബിളിൽ തെളിവുകളുണ്ട്. അതിലെ ഒരു തെളിവാണ് യൂദാസ് എഴുതിയ ലേഖനത്തിന്റെ 9-ാമത്തെ വാക്യം. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. മറിച്ച് കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു സന്ദർഭം വിശദീകരിക്കുകയാണ്. നെബോ മലയുടെ മുകളിൽ മോശ എന്ന ഇസ്രായേല് കണ്ട ഏറ്റവും കൺകണ്ട എണ്ണപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ മരിച്ചു വീഴുമ്പോൾ മോശയുടെ മൃതദേഹത്തിനരികിലേക്ക് പിശാച് വരികയാണ്. മോശയുടെ മേൽ എനിക്കാണ് അവകാശമെന്ന് പറഞ്ഞ് മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശവാദം ഉന്നയിക്കാൻ പിശാച് വന്നു എന്ന്. മനുഷ്യന് കാണാൻ പറ്റുന്ന കാര്യമില്ല, ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശവാദം ഉന്നയിച്ച് പിശാച് വന്നു എന്ന്. ആരുടെ ശരീരം? മോശയുടെ ശരീരം. 40 കൊല്ലം കൊട്ടാരത്തിലും 40 കൊല്ലം മരുഭൂമിയിലെ ജത്രോയുടെ ആടുകളെ മേയിച്ചും പിന്നീട് 40 കൊല്ലം വരണ്ട ഊഷരഭൂമികളിലൂടെ ഒരു മഹാജനത ഈജിപ്തിന്റെ അടിമച്ചങ്ങലകൾ പൊട്ടിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ രാപകലില്ലാതെ എല്ലുമുറിയെ പണിയെടുത്ത, വിശപ്പും പട്ടിണിയും ദാഹവും പരിവട്ടവും ഇല്ലായ്മകളും അപവാദങ്ങളും ആക്ഷേപങ്ങളും നിന്ദാവചനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി നീണ്ട ഒരു ആയുസ് മുഴുവൻ ദൈവവേലയ്ക്ക് തന്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ഒരു മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അവന്റെ അവകാശം ഉന്നയിച്ച് സാത്താൻ വന്നത്. വിശ്വസിക്കുന്ന വിശ്വാസിക്ക് വിശ്വാസി എന്ന വായനക്കാരന് ദഹിക്കുന്ന കാര്യമല്ലത്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ദൈവമേ എന്തുകൊണ്ടാണത്? അപ്പൊ ദൈവം ബൈബിളിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരും. മോശ മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരുഭൂമിയിൽ വെച്ച് ജനത്തിന് വെള്ളം ഇല്ലാതായപ്പോ പാറയോട് കൽപ്പിക്കുക വെള്ളം വരാൻ എന്ന് ദൈവം പറയുമ്പോ അരിശം മൂത്ത് ദേഷ്യം വന്ന് കോപം വർദ്ധിച്ചപ്പോ മോശ എന്ത് ചെയ്തു? മോശ ഈ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ ദൈവം പാറമേൽ കൽപ്പിക്കാൻ പറഞ്ഞപ്പോ മോശ പാറമേൽ അടിച്ചു, ദേഷ്യപ്പെട്ട് അടിച്ചു. ഇനി അങ്ങനെ അടിച്ചത് എന്താ അത്ര വലിയ തെറ്റാണെന്നുള്ളത് അത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട്.
അങ്ങനെ ചെയ്തത് വലിയ തെറ്റാണെന്നുള്ളതിന് വേറെ വലിയൊരു, അത് 10 മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഏതായാലും മോശ ഒരു തെറ്റ് ചെയ്തു, ഒരനുസരണക്കേട്, ഒരു കോപം, ഒരു അഹങ്കാര പ്രവൃത്തി. ദൈവം പ്രത്യേകിച്ച് മോശയോടൊന്നും ചെയ്തില്ല. പക്ഷേ മോശയ്ക്ക് ദൈവം കാനാൻ ദേശത്ത് കാലുകുത്താൻ അനുവാദം കൊടുത്തില്ല. നിങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം വായിച്ചു പോയാൽ, നിങ്ങൾ മനസ്സിരുത്തി ബൈബിൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങും. നിങ്ങൾ വിചാരിക്കും, ദൈവമേ എന്തൊരു അന്യായമാണ് ദൈവം കാണിച്ചത്. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജനതയെ മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ കൊണ്ടുപോയി വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്തിക്കാൻ പാടുപെട്ടൊരു പ്രവാചകനെ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാതെ ഒരു മലമുകളിൽ വെച്ച് വാഗ്ദാന ദേശം നോക്കിക്കണ്ടിട്ട് മരിക്കാൻ ദൈവം വിട്ടുകൊടുക്കാൻ. ദൈവമേ, അത് അനീതിയും അന്യായവും പക്ഷാഭേദവുമാണെന്ന് തോന്നാൻ ഇടയുണ്ട്. അപ്പൊ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ അതെന്താ അങ്ങനെ ചെയ്തതിന് കാരണമുണ്ട്, എന്തെന്നറിയാമോ? ദൈവത്തിനറിയാം. ജീവിതത്തിൽ ഈ പ്രവാചകന് സംഭവിച്ച ഒരു തെറ്റ്, ആ തെറ്റിന്റെ അവകാശം പറഞ്ഞ് ഇവന്റെ മേലൊരവകാശം ആരോപിച്ച് സാത്താൻ വരും. ഇന്നാണെങ്കിൽ യേശുവിന്റെ കാൽവരിയിലെ കുരിശുണ്ട്, ഏറ്റു പറഞ്ഞാൽ മതി. പുതിയ നിയമത്തിലെ ആനുകൂല്യം എന്താ? ഒരു പാപം ചെയ്താല് ഏറ്റു പറഞ്ഞ് അനുദപിച്ചാൽ മതി. പഴയ നിയമത്തിൽ പോരാ, പരിഹാരം ചെയ്യണം, തത്തുല്യമായ പരിഹാരം ചെയ്യണം, ഇല്ലെങ്കിൽ അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മോശയുടെ ശരീരത്തിൽ ചൊല്ലി അവകാശം ഉന്നയിക്കാൻ സാത്താൻ വരുമെന്ന് 101 തവണ നിശ്ചയമുണ്ടായിരുന്ന ദൈവം പറയുകയാണ്, നീ കാനാൻ ദേശത്ത് കാലുകുത്തണ്ട, ഒരു പണിഷ്മെന്റ് നിനക്ക് വേണം, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ മേലും ആത്മാവിന്റെ മേലും നിത്യതയുടെ മേലും അവകാശം ഉന്നയിച്ച് സാത്താൻ വരും. അതാ കാര്യം. പിടികിട്ടിയോ? അതായത് ഒരു പാപം മറഞ്ഞു കിടക്കുമ്പോ പിശാചിന് ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് അതിന്റെ മേൽ. ഒരു നിയമലംഘനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താൻ അതിന്റെ മേൽ ഒരു നിയമപരമായ അവകാശമുണ്ട്. കാരണം സാത്താനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത്, വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ സാത്താനെ കുറിച്ച് പറയുന്നത്, റെവലേഷൻസ് 12:11, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ കുറിച്ച് പഴി പറയുകയും ചെയ്തിരുന്നവൻ എന്നാണ്. സാത്താന്റെ ജോലി എന്താണ്? അക്യൂസിങ്, കുറ്റപ്പെടുത്തൽ. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കുന്നത് സഹമനുഷ്യരല്ല, സാത്താനാണ്. സാത്താൻ കണ്ടുപിടിക്കും, എന്നിട്ട് അത് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറ്റം ആരോപിക്കുന്നതിന് ബൈബിളിൽ തെളിവുണ്ട്. അതാണ് സക്കറിയ പ്രവചനത്തിന്റെ 3-ാം അധ്യായം 1 മുതൽ വായിക്കുക. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവമായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. കണ്ടോ? സാത്താൻ പ്രധാന പുരോഹിതനായ ജോഷുവയുടെ വലതുഭാഗത്ത് കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ്. എന്താണ് ജോഷുവ ചെയ്ത തെറ്റ്? 3-ാമത്തെ വാക്യം, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ. മുഷിഞ്ഞ വസ്ത്രം പ്രധാന പുരോഹിതന്റെ വസ്ത്രമാണ്, ആ നാട്ടിലെ ഏറ്റവും തിളക്കമുള്ള വസ്ത്രം. ആ വസ്ത്രം ധരിക്കേണ്ടവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു എന്ന്. പാപം ചെയ്തു നിൽക്കുന്ന ജോഷുവയെ കുറ്റമാരോപിക്കാൻ വേണ്ടി സാത്താൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്തൊരു പാപം കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് അതിൻ്റെ മേൽ ഒരവകാശം ഉന്നയിച്ചു വരും. യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അവന് നന്നാക്കാൻ ഉദ്ദേശമില്ല, നമ്മളെ പരിവർത്തനപ്പെടുത്താനോ ഉയർത്താനോ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനോ ഐശ്വര്യം തരാനോ അല്ല സാത്താൻ വരുന്നത്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തിനാണ് കുമ്പസാരിക്കേണ്ടത്? ഞാൻ ചില ന്യായങ്ങൾ പറയുമായിരുന്നു. ഒന്ന്, ദൈവം പരിശുദ്ധനാണ്, അശുദ്ധമായതൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്? പാപം ചെയ്യുന്നവന് ക്ലേശവും ദുരിതവും ഉണ്ടാവും, പാപത്തിന് അനന്തരഫലമുണ്ട്. പിന്നീട് നമ്മൾ ചിന്തിച്ചത്, അങ്ങനെ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. മാരകപാപത്തിൽ ഒരാൾ മരിച്ചാൽ അവന് ആത്മാവിന്റെ നിത്യരക്ഷ നഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്? ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാത്താന് നമ്മുടെ മേൽ അവകാശം ഉണ്ടാവും. അതുകൊണ്ട് കുമ്പസാരക്കൂടുകളിലേക്ക് പോകണം. വെറുതെ ഇങ്ങനെ ഒരു തമാശയ്ക്ക് എന്തെങ്കിലും ഏറ്റുപറയുകയല്ല, മറിച്ച് ജീവിതം മുഴുവൻ, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയണം. അത് നിസാരപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഏറ്റുപറയണം.